വാർത്തയിലേക്ക് വിശദമായി. തൊടുപുഴയിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവ് മൂലം ചികിത്സാ പദ്ധതികൾ താളം തെറ്റുന്നു. ആശുപത്രിയിലെ സ്പോർട്സ് ആയുർവേദ വിഭാഗവും കടുത്ത അവഗണനയിലാണ്. കരാർ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് നിയമിച്ച ജീവനക്കാരെ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് പിരിച്ചുവിട്ടതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെ ചികിത്സിക്കുന്നതിനായി വിദഗ്ധരായ ഡോക്ടർമാരായിരുന്നു തൊടുപുഴ ജില്ലാ ആശുപത്രിയിലുണ്ടായിരുന്നത്. നിരവധി കായിക താരങ്ങൾ ഇവിടെ ചികിത്സയ്ക്കായി എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുറവ് മൂലം ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിയ അവസ്ഥയിലാണ്. ചികിത്സ തേടിയെത്തുന്നവർക്ക് അവശ്യമരുന്നുകൾ പോലും പുറമേ നിന്ന് വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം. ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് തന്നെ പരിമിത സൗകര്യത്തിലാണ് സ്പോർട്സ് ആയുർവേദ വിഭാഗം പ്രവർത്തിക്കുന്നത്. നിരന്തര ആവശ്യങ്ങളുടെ ഫലമായി ആയുർവേദ റിസർച്ച് സെല്ലിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി ആശുപത്രിയോട് ചേർന്ന് തന്നെ 1/2 ഏക്കറോളം സ്ഥലം ആയുർവേദ വിഭാഗത്തിന് കൈമാറിയിരുന്നു. ഇവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിനായി MP ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ അധികൃതരുടെ അലംഭാവം മൂലം കെട്ടിട നിർമ്മാണത്തിനുള്ള വ്യക്തമായ പ്രപ്പോസൽ പോലും സമർപ്പിക്കാനായിട്ടില്ല. ഇതേ തുടർന്ന് ഫണ്ട് ലാപ്സാകുമോ എന്നും ആശങ്കയുണ്ട്. ഏറ്റവും കൂടുതൽ നാഷണൽ പ്ലേയേഴ്സ്, ഇന്റർനാഷണൽ പ്ലേയേഴ്സ് വരെ ഇവിടെ നമുക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കി പോയിക്കൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇപ്പോൾ 2 മാസമായിട്ട് ഈ ഹോസ്പിറ്റലിൽ സ്പോർട്സിൻ്റെ ഡോക്ടേഴ്സ് ഇല്ല, തെറാപ്പിസ്റ്റ് ഇല്ല. നിരവധി കുട്ടികളാണ് ഇവിടെ വന്ന് ദിനംപ്രതി പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 മാസം വെക്കേഷൻ കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്ന ടൈമാണ്. ഈ തവണ ആകെ 1-2 കുട്ടികൾക്ക് മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ 50ഓളം കുട്ടികൾ ഈ ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയത്. ഞാൻ പഴയ സ്പോർട്സ് താരമാണ്. ഞാൻ ഉൾപ്പെടെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ പ്രത്യേകത അനുസരിച്ച് മലയോര ജില്ലയിൽ നിന്നും ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് അത്രയും നല്ലതല്ലാത്ത കുട്ടികൾ ഏറ്റവും കൂടുതൽ അവർക്ക് ഉപകാരപ്പെട്ടിരുന്ന ഒരു സെൻ്ററാണ് ഇരുന്നത്. ഇവിടുത്തെ അധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും ഇടപെടൽ ശരിയല്ലാത്തതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ ഇതിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കാത്തതുകൊണ്ടും ഇത് പ്രൊജക്റ്റ് ഇപ്പം നിന്ന് കിടക്കുകയാണ്. കുട്ടികളുടെ കാഴ്ചാവൈകല്യവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന ദൃഷ്ടി പദ്ധതിയിൽ ചികിത്സ തേടുന്ന കുട്ടികളും ആശങ്കയിലാണ്. 15 ദിവസത്തോളം ആശുപത്രിയിൽ അഡ്മിറ്റായി വേണം ചികിത്സ നടത്താൻ. രാവിലെ മുതൽ തുടങ്ങുന്ന ചികിത്സാക്രമമാണ് ഇതിനുള്ളത്. എന്നാൽ ജീവനക്കാരില്ലാത്തതിനാൽ സൂര്യൻ ഉദിച്ച് വെയിലുറയ്ക്കുന്നതിന് മുൻപായി ചെയ്യേണ്ട പല ചികിത്സാക്രമങ്ങളും മണിക്കൂറുകൾ ക്യൂ നിന്ന് വൈകിട്ട് മാത്രമേ പൂർത്തിയാക്കാനാകൂ. മുൻ വർഷങ്ങളിൽ നിശ്ചിത സമയത്ത് കരാർ പുതുക്കുകയും പുതിയ ആളുകളെ നിയമിക്കാറുമുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ന്യൂസ് 18 തൊടുപുഴ. കോഴിക്കോട് വടകരയിൽ MDMAയുമായി യുവാവ് പിടിയിൽ. വല്യാപ്പള്ളി സ്വദേശി ഷഫീഖാണ് അറസ്റ്റിലായത്. ഇയാളെ ആയഞ്ചേരി മംഗലോറ വ്യവസായ എസ്റ്റേറ്റ് റോഡിന് സമീപത്ത് വെച്ച് എക്സൈസ് പിടികൂടുകയായിരുന്നു. MDMA കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. തൃശൂരിൽ വിവിധ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ റെയ്ഡിലാണ് ഇവ പിടിച്ചത്. 19 ഹോട്ടലുകളിലായി കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 4 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. അയ്യന്തോൾ റാന്തൽ റെസ്റ്റോറന്റ്, ഒളരി നിയ റീജൻസി, കുരിയച്ചിറ ഗ്രീൻ ലീഫ്, കണിമംഗലം ദാസ് റീജൻസി എന്നിവിടങ്ങളിൽ നിന്നാണ് വറുത്തതും പൊരിച്ചതുമായ ഭക്ഷ്യയോഗ്യമല്ലാത്ത വിളമ്പാൻ വെച്ചിരുന്ന ഭക്ഷണങ്ങളും ഖുബൂസ്, ചപ്പാത്തി, ചോറ് തുടങ്ങിയവയും പിടികൂടിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് പഴകിയ മീൻ പിടിച്ചു. നെടുമങ്ങാട് നഗരസഭ ഹെൽത്ത് സ്ക്വാഡും ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 2 ടൺ പഴയ മത്സ്യമാണ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് ഇവ. പരിശോധിച്ചതിൽ തമിഴ്നാട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 2 ടൺ പഴകിയ മത്സ്യം വാഹന സഹിതം പിടിച്ചെടുത്തു. പരിശോധനകൾ കർശനമാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. കാസർഗോഡ് ബേക്കൽ ഹനുമാൻ ക്ഷേത്രത്തിൽ മോഷണം. കാണിക്ക വഞ്ചി കുത്തിത്തുറന്ന് പണം കവർന്നു. ബേക്കൽ പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്രത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ മോഷണം പോയി. 10,000 രൂപയിലധികം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക കണക്ക്. ക്ഷേത്രാധികൃതരുടെ പരാതിയിൽ ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് പരപ്പയിൽ 3 കടകളിൽ മോഷണം. സൂപ്പർ മാർക്കറ്റ്, ഹാർഡ്വെയർ ഷോപ്പ്, മലഞ്ചരക്ക് കട എന്നിവിടങ്ങളിലാണ് മോഷണം. ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നത്. ഇയാളുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. വെള്ളരിക്കുണ്ട് പോലീസ് അന്വേഷണം തുടങ്ങി. സംസ്ഥാനത്ത് കോഴിവില കുത്തനെ ഉയർന്നു. കിലോയ്ക്ക് 160 മുതൽ 180 രൂപ വരെയാണ് വില. കോഴിത്തീറ്റയുടെ വില വർധനയും ഉൽപ്പാദനം കുറഞ്ഞതുമാണ് വില ഉയരാൻ കാരണം. പ്രൊഡക്ഷൻ കുറവാണ്,
ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു 10 പെട്ടി കോഴി ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് തന്നത് 8 പെട്ടി 6 പെട്ടി കോഴികളൊക്കെയാണ് ഞങ്ങൾക്ക് ഇട്ട് തരുന്നത്. ചോദിക്കുമ്പോൾ സാധനം ഇല്ല, പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് സാധനം കുറവാണെന്നാണ് പറയുന്നത്. ഒരാഴ്ച മുൻപ് 130 മുതൽ 140 വരെ ഉണ്ടായിരുന്നിടത്തിപ്പോൾ 160 മുതൽ 180 വരെയാണ് വില. ചൂട് കൂടിയതോടെ കോഴി ഫാമുകളിൽ ഉൽപ്പാദനം കുറഞ്ഞതും കോഴിത്തീറ്റയുടെ വില വർധനവുമാണ് വില ഉയരാൻ കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. 50 കിലോ കോഴിത്തീറ്റ ചാക്കിൻ്റെ വില അടുത്തിടെ 700 രൂപയാണ് വർദ്ധിച്ചത്. കനത്ത ചൂടിൽ ഫാമുകളിൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങുന്നതും വിലക്കയറ്റത്തിന് കാരണമായി പറയുന്നു. 1000 കോഴി ഇടുന്ന സ്ഥലത്തെല്ലാം ഇപ്പോൾ ഒരു 500 കോഴി അത്രേ ഇടാൻ കഴിയൂ. അതും 40-45 ദിവസം ആകുമ്പോഴാണ് 2 കിലോൻ്റെ ആവറേജ് വെയിറ്റ് വരുന്നുള്ളൂ. മറ്റേത് 38 ദിവസം ആകുമ്പോൾ തന്നെ ഏകദേശം 2 കിലോ വെയിറ്റ് വരുന്നത് ഇപ്പോൾ 6-7 ദിവസം എക്സ്ട്രാ തീറ്റ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. ഫാമരെല്ലാം ഭയങ്കര ദയനീയ അവസ്ഥയിലായിരിക്കും ഇപ്പോൾ ഉള്ളത്. കച്ചവടക്കാരെ പിന്നെ കിട്ടുന്നതിനനുസരിച്ച് 15 രൂപ മാർജിൻ വെച്ചിട്ട് വിൽക്കുക എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ കാര്യം. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലെ ഇറച്ചി വിപണികളിലേക്ക് കോഴിയെത്തുന്നത്. വില ഇനിയും ഉയർന്നാൽ ഹോട്ടലുകളിലെ ഭക്ഷണവിലയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് സ്കൂട്ടറിൽ കൊണ്ടുപോവുകയായിരുന്ന കുഴൽപ്പണം പിടിച്ചു. 30 ലക്ഷം രൂപയാണ് പിടിച്ചത്. ചെമ്മനാട് സ്വദേശി ഹബീബിനെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു മാസത്തിനിടെ മാത്രം ജില്ലയിൽ 1.25 കോടിയോളം രൂപയുടെ കുഴൽപ്പണമാണ് പിടികൂടിയത്. കൊല്ലം ഓച്ചിറ പഞ്ചായത്ത് ഓഫീസിൽ തീപിടുത്തം. പരാതി സ്വീകരിക്കുന്ന കൌണ്ടറിനാണ് തീപിടിച്ചത്. ഫയലുകളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. രാവിലെ 6 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാസർഗോഡ് പൂച്ചക്കാട് കാർ അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. സീതാംകോളി സ്വദേശിനി ഖദീജയാണ് മരിച്ചത്. 8 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് അപകടമുണ്ടായത്. മലപ്പുറം താനൂരിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞ് 8 പേർക്ക് പരിക്ക്. ഓട്ടോ ഡ്രൈവർ അടക്കം 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9 കുട്ടികളും ഡ്രൈവറുമാണ് ഓട്ടോയിലുണ്ടായിരുന്നത്. ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരിയാപുരം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം ചിറയൻകീഴ് വലിയകട ജംഗ്ഷന് സമീപം തകർന്നു വീഴാറായ കെട്ടിടം ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. BSNLന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തിരക്കേറിയ നാൽക്കവലയാണ് വലിയകട ജംഗ്ഷൻ. ആറ്റിങ്ങൽ ചിറയൻകീഴ് പ്രധാന പാതയ്ക്കരികിലുള്ള കെട്ടിടമാണിത്. BSNLന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ്. ഏതു നിമിഷവും നിലംപൊത്തിയേക്കാവുന്ന പാതി തകർന്ന കെട്ടിടം. 100 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. വരുന്ന മഴക്കാലത്തെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ കെട്ടിടത്തിന് ഉണ്ടാകില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ മേലധികാരികളുടെ അടുത്ത് നമ്മൾ പല പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികളുമായി നമ്മൾ സംസാരിച്ചു. പല പ്രാവശ്യം നമ്മൾ അതിന് അപേക്ഷ കൊടുത്തു. പക്ഷേ ഇതുവരെ അത് പൊളിച്ച് പണിയുവാനോ ആ കെട്ടിടത്തിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുവാനോ ഇവർ ആരും തയ്യാറാവുന്നില്ല. കെട്ടിടത്തിന് താഴെയാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. സമീപത്തായി KSEB സെക്ഷൻ ഓഫീസും പ്രവർത്തിക്കുന്നു. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെത്തി വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ജനത്തിരക്കേറിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തകർന്നു വീഴാറായ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും നിരവധി നിവേദനങ്ങൾ നൽകിയതാണ്. പക്ഷേ ഫലമുണ്ടായില്ല. കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ പാകിയിരിക്കുന്ന ഓടുകൾ താഴേക്ക് പതിച്ച് വാഹനങ്ങളുടെ ചില്ലുകൾ തകരുന്നതും വഴിയാത്രക്കാർക്ക് പരിക്ക് പറ്റുന്നതും പതിവാണ്. റോഡിനോട് ചേർന്ന് നിൽക്കുന്ന കെട്ടിടം റോഡ് വികസനത്തിനായി പോലും വിട്ടു നൽകാൻ BSNL തയ്യാറായില്ല. ഇത് കാരണം ഈ ഭാഗത്ത് റോഡ് ഇടുങ്ങിയതാണ്. അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ചിറയൻകീഴ്. കോഴിക്കോട് ഉള്ളിയേരിയിൽ മരം വീണ അധ്യാപകന് ദാരുണാന്ത്യം. ഉള്ളിയേരി AUP സ്കൂളിലെ അധ്യാപകൻ പുതുക്കുടി P. മുഹമ്മദ് ഷെരീഫാണ് മരിച്ചത്. മരം വീണതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ടായിരുന്നു അപകടം. രാവിലെ മടവൂരിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വരുന്നതിനിടയിൽ നന്മണ്ട അമ്പലപ്പോയിൽ വച്ചായിരുന്നു അപകടം. കോഴിക്കോട് തെങ്ങിൽ കുടുങ്ങിയ ആളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. കൊടിയത്തൂർ ചെറുവാടിക്കടവിലാണ് വീരാൻകുട്ടി എന്നയാൾ തെങ്ങിന്റെ മുകളിൽ നിന്നും തേങ്ങ തലയിൽ വീണ് കാൽ വഴുതി തല കീഴായി വീണത്. തുടർന്ന് മുക്കം ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. 40 അടിയോളം ഉയരമുള്ള തെങ്ങിലാണ് അപകടമുണ്ടായത്.
കോതമംഗലം കക്കാട്ടൂരിൽ പുകയില വിരുദ്ധ ദിനാചരണം നടത്തി. കോതമംഗലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് EN ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയും കക്കാട്ടൂർ പബ്ലിക് ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ്. അഡ്വക്കേറ്റ് K രാധാകൃഷ്ണൻ ക്ലാസ് നയിച്ചു. ലീഗ് സർവീസസ് കമ്മിറ്റി അംഗം പ്രിയ G നായർ ആമുഖ പ്രഭാഷണം നടത്തി. ലൈബ്രറി കമ്മിറ്റി അംഗം PK ബാബു അധ്യക്ഷത വഹിച്ചു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൂളിമാട് പാലം നാടിന് സമർപ്പിച്ചു. ചാലിയാറിന് കുറുകെ കൂളിമാട് കടവിൽ കിഫ്ബിയുടെ 21.5 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. നിർമ്മാണത്തിനിടെ തകർന്നു വീണതിലൂടെ പാലം നിർമ്മാണം വിവാദമാവുകയായിരുന്നു. പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസാണ് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം, മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കൂളിമാട് പാലം. മന്ത്രി PA മുഹമ്മദ് റിയാസാണ് പാലം നാടിന് സമർപ്പിച്ചത്. വാഴക്കാട് പഞ്ചായത്തിലെ മപ്പുറത്ത് വെച്ച് നാട മുറിച്ച് ഉദ്ഘാടനം നടത്തിയ ശേഷം മന്ത്രി തുറന്ന ജീപ്പിൽ പാലത്തിലൂടെ സഞ്ചരിച്ചു. കൂളിമാട് ഭാഗത്താണ് ഉദ്ഘാടന വേദി ഒരുക്കിയിരുന്നത്. 5 വർഷം കൊണ്ട് 100 പാലം നിർമ്മിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. മുന്നോട്ട് വെച്ചത് 5 വർഷത്തിനിടയിൽ 100 പാലങ്ങൾ എന്നുള്ളതാണ്. അതിൽ 50 പാലങ്ങൾ 2021 മെയ് മാസം 20 അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ആദ്യം 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. എന്നാൽ 2023 മെയ് 20 2 വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ പാലങ്ങളുടെ കാര്യത്തിൽ ഈ സർക്കാർ ഹാഫ് സെഞ്ചുറി അടിച്ചു എന്നുള്ള സന്തോഷ വിവരം ചടങ്ങിൽ അഡ്വക്കേറ്റ് PT റഹീം MLA അധ്യക്ഷത വഹിച്ചു. MK രാഘവൻ MP, ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി MP, എളമരം കരീം MP, TV ഇബ്രാഹിം MLA എന്നിവർ പങ്കെടുത്തു. നിർമ്മാണത്തിനിടെ കൂളിമാട് പാലത്തിന്റെ ബീമുകൾ തകർന്നത് വലിയ വിവാദമായിരുന്നു. കരാർ കമ്പനിയായ ഊരാളുങ്കൽ സൊസൈറ്റിയെ ഇതിന്റെ പേരിൽ താക്കീതും ചെയ്തിരുന്നു. ന്യൂസ് 18 മുക്കം. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മെയ് 1 ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഭരണസമിതി യോഗത്തിൽ 2 പ്രതിപക്ഷാംഗങ്ങൾ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചുവെന്നാണ് പരാതി. മുക്കം പോലീസാണ് അന്വേഷിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിതയുടെ മൊഴിയും രേഖപ്പെടുത്തി. കോഴിക്കോട് മുക്കം ടൗണിലെ അശാസ്ത്രീയ നിർമ്മാണം തടഞ്ഞു. മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ നിർമ്മിച്ച തെരുവു വിളക്കുകളുടെ കാലുകൾ സ്ഥാപിക്കാനായി അശാസ്ത്രീയമായി കുത്തിപ്പൊളിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ലിൻഡോ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. ഇടുക്കി അണക്കെട്ട് സന്ദർശിക്കാൻ സഞ്ചാരികൾക്ക് അനുമതി നൽകുമ്പോഴും അത്ഭുത കാഴ്ചയായ ഇടുക്കി ഡാമിന്റെ അടിഭാഗത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. സുരക്ഷയുടെ പേര് പറഞ്ഞാണ് വൈദ്യുതി വകുപ്പ് സന്ദർശകരെ വിലക്കുന്നത്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന്റെ വൈദഗ്ധ്യം അറിയണമെങ്കിൽ ഡാമിന്റെ അടിഭാഗത്തെത്തണം. എന്നാൽ ഡാമിനടിയിലേക്കുള്ള പ്രവേശനം വൈദ്യുതി വകുപ്പ് നിരോധിച്ചിരിക്കുകയാണ്. അടുത്ത കാലം വരെ സഞ്ചാരികൾക്ക് ഇവിടേക്ക് പ്രവേശനമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സുരക്ഷയുടെ പേരിൽ ഗേറ്റ് സ്ഥാപിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തി. ബന്ദോബസ്താക്കിക്കൊണ്ട് ഇപ്പോൾ KSEB മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ അതൊന്ന് മാറ്റിക്കൊണ്ട് അവിടുന്ന് ഒരു എൻട്രൻസ്, ആ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ അടിവശം കാണാനുള്ള ആ ഒരു എൻട്രൻസ് വിനോദസഞ്ചാരികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദവും KSEBക്ക് ഒരു വരുമാന മാർഗവും കൂടെയാണെന്നാണ് ഈ നാട്ടുകാരുടെ അഭിപ്രായം.
മൂന്ന് ഭാഗത്തു നിന്ന് നോക്കിയാലും അർദ്ധവൃത്താകൃതിയിൽ തലയ്ക്ക് മുകളിൽ പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിന്റെ രൂപത്തിലാണ് ഡാമിന്റെ അടിഭാഗത്തു നിന്നുള്ള കാഴ്ച. ഡാം സന്ദർശിക്കാൻ എത്തുന്നവർക്ക് അണക്കെട്ടിന്റെ മാതൃക സംബന്ധിച്ച് കൂടുതൽ അവബോധം കിട്ടാൻ അടിഭാഗത്തേക്കുള്ള സന്ദർശനം അനിവാര്യമായിരുന്നു. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി നിയന്ത്രണ വിധേയമായി സഞ്ചാരികളെ ഇവിടേക്ക് കടത്തിവിടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. റോഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ പ്രതിഷേധിച്ച് ബദൽ ജനകീയ ഉദ്ഘാടനം സംഘടിപ്പിച്ച BJP. ഒറ്റപ്പാലം പാലപ്പുറം 13-ാം വാർഡിലാണ് സംഭവം. നഗരസഭ ഭരിക്കുന്ന CPM ബോധപൂർവം വാർഡ് കൌൺസിലറെയും BJPയെയും മാറ്റി നിർത്തുകയായിരുന്നു എന്നാണ് ആരോപണം. ഒറ്റപ്പാലം നഗരസഭയിലെ 13-ാം വാർഡിൽ 20 ലക്ഷം രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് BJPയെ മാറ്റി നിർത്തിയത്. റോഡിന്റെ നവീകരണ ഉദ്ഘാടനത്തിന് BJPയെയും BJP വാർഡ് കൌൺസിലറെയും ക്ഷണിക്കാതെ CPM രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്നാണ് ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിൽ റോഡിന്റെ ജനകീയ ഉദ്ഘാടനം നടത്തി. വാർഡ് കൌൺസിലർ അനിത ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. BJP ബൂത്ത് പ്രസിഡന്റ് K ഹരീഷ് അധ്യക്ഷനായി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി P വേണുഗോപാൽ, മധ്യമേഖല സെക്രട്ടറി T ശങ്കരൻകുട്ടി, BJP ജില്ലാ സെക്രട്ടറിമാരായ B മനോജ്, M സുരേഷ് ബാബു, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് P സത്യഭാമ, BJP ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, മണ്ഡലം ജനറൽ സെക്രട്ടറി C സുമേഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് K രമേഷ് ബാബു, കൌൺസിലർമാരായ പ്രസീത, അനിത, കർഷക മോർച്ച മണ്ഡലം സെക്രട്ടറി സജി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 ഒറ്റപ്പാലം. ഇനി ഇന്നത്തെ